ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പ്ലസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി വെയിറ്റ് ലോസിന് പറ്റുന്ന ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ യൂസ് ചെയ്യണ സാധനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കുന്ന സാധനം. വീക്കിൽ ഒരു പ്രാവശ്യം ഉപ്മാ ഉണ്ടാക്കിയിട്ട് കഴിക്കും. എന്ത് ഉപ്മാന്നല്ലേ, അത് നിങ്ങൾ റെസിപ്പി കണ്ടോക്കിട്ടാ. ഫസ്റ്റ് ആയിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ. അപ്പം എല്ലാവരും സപ്പോർട്ടും ചെയ്യണേ. എന്തായാലും നിങ്ങൾക്ക് ഈ ഉപ്മാവ് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നിങ്ങൾ കമൻറ്റിൽ എഴുതണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്, ടേസ്റ്റ് ഉണ്ടായിരുന്നോ. അത്ര ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ് നിങ്ങളടുത്ത്. അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ അങ്ങനെ ഇങ്ങനെ ഇതായിട്ടുള്ളതെല്ലാം ഞാൻ കഴിച്ച് തൃപ്തിയായതിന് ശേഷമാണ് ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസിന് ഉപയോഗപ്പെടുന്ന ഒരു ഉപ്മാവാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ റെസിപ്പിയിലേക്ക്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഉപ്പുമാവിന് എന്താണ് വേണ്ടതെന്ന് നോക്കിയാലോ. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പട്ടാണി, സവാള, അതുപോലെ തന്നെ നമ്മളുടെ ക്യാരറ്റ്, ബീൻസ്, മല്ലിച്ചപ്പ്, പിന്നെ വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം, പിന്നെ നിലക്കടല നമ്മൾ കടലില്ലേ അത് വേണം. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് കടുകിട്ട് പൊട്ടിക്കുക, തോക്കമുളക്, പിന്നെ കറുത്ത ഉഴുന്ന്, കടലപ്പരിപ്പ്, പിന്നെ കടുകിട്ട് പൊട്ടിക്കുക, കടുക്. പിന്നെ വേണ്ടത് നമ്മുടെ ചമ്മന്തിപ്പൊടി, ദോശ ഇഡ്ഡലി ചമ്മന്തിപ്പൊടി ഇല്ലേ, അതിൻ്റെ ചമ്മന്തിപ്പൊടി ഞാൻ വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. ഇത്ര സാധനങ്ങൾ വേണം ഇതിലേക്ക് ഇട്ടാൽ നമ്മുടെ. പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ എന്തായിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ, നമ്മുടെ സൂചി ഗോതമ്പേറ്റം, ചെറുങ്ങനെയുള്ള സൂചി ഗോതമ്പല്ലേ, അതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയുടെ പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കുക, ഹെൽത്തിയാണ്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചോളൂ. ഉള്ളവർ രണ്ട് ഏതെങ്കിലും ഉപയോഗിക്കുക. അത് നല്ല ചൂടായി വന്നപ്പോൾ ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം കടുകിട്ട്, പിന്നെ അതിലേക്ക് ഞാൻ ഇനി കടലപ്പരിപ്പും തോക്കമുളകും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് വെജിറ്റബിളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ കൂടുതൽ വെജിറ്റബിൾ നിങ്ങൾക്ക്, ഇതിപ്പോൾ 2 ആൾക്ക് ഉള്ളത് സാധനമാണ് ഞാൻ ഉണ്ടാക്കണം, ഉപ്മാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ 3 ആൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ കൂട്ടണം കേട്ടോ. ഇനി എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം, അതുപോലെ മുളക് പൊടിയുടെ അളവ് കൂട്ടാം, ചമ്മന്തിപ്പൊടിയുടെ അളവ് കൂട്ടാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവാണിത് കേട്ടോ. വയറിന് നന്നായി ഫില്ലായിട്ടിരിക്കും. നമുക്കിത് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഉപ്മാവാണിത്. ഞാൻ ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ്. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവാണ്. അപ്പോൾ ഞാൻ വെജിറ്റബിളും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പ് വെജിറ്റബിളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാനും കൂടിയിട്ട് ഞാനായിട്ട് ഇതിലിപ്പോൾ വെള്ളമൊന്നും ചേർക്കണില്ല. നമ്മൾ ആ വെളിച്ചെണ്ണയിലും വെജിറ്റബിളുള്ള വെള്ളവും ഇതൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ വെജിറ്റബിൾ ഒന്ന് വെന്ത് കിട്ടാനും. ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമ്മൾ വെജിറ്റബിൾ. അതിന് ശേഷം ഞാൻ ഈ മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചമ്മന്തിപ്പൊടി ഇതിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ്, വായിൽ കപ്പൽ ഒഴിക്കണ വെള്ളം വരും. ഇപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ സൂചി ഗോതമ്പല്ലേ അതിട്ട് കൊടുക്കുക. ഞാനത് കുറച്ച് എടുത്ത്, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗ്ലാസ് ഇല്ലേ, ഇങ്ക് കൊടുക്കുന്ന കുഞ്ഞൊരു ഗ്ലാസ് ഉണ്ടാവില്ലേ, അതിനൊരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു കപ്പൊന്നൊന്നുമില്ല, ഒരു കുഞ്ഞ് ഗ്ലാസ്സിന് 1 ഗ്ലാസ്സിലാണ് ഞാൻ സൂചി ഗോതമ്പ് എടുത്തിട്ടുള്ളത്. അതുതന്നെ തോനുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴുകി കുതിർത്തി വെച്ചിട്ടുള്ള അത് പെട്ടെന്ന് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും നമ്മുടെ സൂചി ഗോതമ്പ് കേട്ടോ. കുറേ നേരം വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട. എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സൈഡ് ഇങ്ങനെ ഒതുക്കിയതിന് ശേഷം കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ചുറ്റും തെളിച്ചു കൊടുക്കുക. മേതെല്ല ചുറ്റുമായിട്ട് തെളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇത്ര വെള്ളം മതി.
എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ എടുക്കണം. ഈ നമ്മുടെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ പകുതി മുക്കാലോളം ഇങ്ങനെ ഫ്രൈ പോലെ ഇതിങ്ങനെ ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ ഗോതമ്പിൽ കിടന്നിട്ടും പിന്നെ ഈ വെള്ളത്തിൽ ചെയ്തിട്ട് പിന്നെ ആ ചെറു തീയിൽ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വെന്ത് ഫുള്ളായിട്ടും കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള നിലക്കടല, അതായത് നമ്മൾ കടലയില്ലേ കടല, അത് കപ്പലണ്ടി, അതാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് മല്ലിച്ചപ്പ് എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിച്ചപ്പും കടലയും ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കും. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ്. നിങ്ങൾക്ക് ലഞ്ചിന് കഴിക്കുക, അല്ലെങ്കിൽ മോർണിംഗിൽ കഴിക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ കഴിക്കുക, ഡിന്നറിനായിട്ട് കഴിക്കുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഉപ്പുമാവ് കഴിക്കുക. നല്ല പ്രോട്ടീനാണ്, ഫൈബറുണ്ട്, വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി നോക്കും, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കുറച്ച് പോഷൻ എടുത്തിട്ട് കഴിക്കുക. എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്യണമെന്നൊന്നും അറിയുന്നില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ഉപ്മാവാണിത്. അപ്പോൾ നല്ല ഹെൽത്തിയും ഫൈബറും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഉപ്മാവാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായില്ലേ? ഇനി ഇത് എന്തല്ലേ തുള്ളി വെള്ളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇറ്റിച്ചിട്ടുള്ള വെള്ളവും ഇതൊക്കെ കുറച്ചിട്ട് അതും കൂടി വറ്റി ഡ്രൈ ആയിട്ടാണ് ഈ ഉപ്മാവ് ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സൂചി ഗോതമ്പറ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കഴപിഴവഴ ഉണ്ടാവില്ല, അങ്ങനെയൊന്നുമില്ലാണ്ട് നല്ല ഡ്രൈ ആയി ടേസ്റ്റിയുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ള ഉപ്പുമാവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.